കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതിയായിരുന്നില്ല സംസ്ഥാനത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃശൂരിൽ ഇപ്പോൾ സംഭവിച്ചത് അത്ഭുതമാണെങ്കിൽ തിരുവനന്തപുരത്ത് അത്യത്ഭുതം നടക്കുമെന്നാണ് ബി പ്രവർത്തകർ വിലയിരുത്തിയിരിക്കുന്നത്. തീരദേശ മേഖലകളിലെ ജനങ്ങൾ പോലും മാറി ചിന്തിച്ച സാഹചര്യമാണ് നിലവിലെ ലീഡിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തുമൊക്കെ ബി വോട്ട് കൂടുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ ഈ കൂടുന്ന വോട്ട് കണക്കുകൾ ബി കോൺഗ്രസ് കച്ചവടം ചെയ്തതാണോ എന്നുള്ള പരാമർശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലീഡ് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ മുന്നിൽ എത്തുന്നതായാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിശ്വപൗരനായ ശശി തരൂരിന് ഇത് വൻ തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചിടത്ത് ഇപ്പോഴത്തെ നില നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തരൂർ മറികടന്നിരിക്കുകയാണ്. ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് ഫലസൂചനകളിൽ ഏറ്റവും ആകാംക്ഷ നിറയ്ക്കുന്ന മണ്ഡലങ്ങൾ. ഇതിൽ ആറ്റിങ്ങലിൽ വളരെ പെട്ടെന്നാണ് ജോയ് ലീഡ് തിരികെ പിടിച്ചത്. ആറ്റിങ്ങലിൽ പ്രകാശം പരക്കുമോ അതോ ജോയ് ആയി തന്നെ തുടരുമോ എന്ന് നമുക്ക് നോക്കാം. ആലത്തൂരിൽ കെ രാധാകൃഷ്ണനും LDFന്റെ കരുത്തുറ്റതായി മികച്ച ലീഡിങ്ങിലൂടെയാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്.